മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി നടത്തുന്ന ബ്രീഫിങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പം മിതത്വം പാലിക്കണമെന്നാണ് അഭിപ്രായം. വെറുതെ രാഷ്ട്രീയം ഒന്നും പറയാൻ നിൽക്കണ്ട. മന്ത്രിസഭയിൽ വല്ല തീരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയുക, അവരത് റിപ്പോർട്ട് ചെയ്തോളും. മാപ്രകൾ ഓരോന്ന് ചോദിക്കും, അതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. അങ്ങ് ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുമ്പോൾ ഞങ്ങൾ കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്ന നുണക്കോട്ടകളാണ് തകർന്നു വീഴുന്നത്. ഞങ്ങളുടെ വ്യാജ നിർമ്മിതികളായ നറേറ്റീവ്സിനാണ് വിശ്വാസം നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയം പറയാതിരുന്നാൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ പ്രതിപക്ഷത്തുള്ളവർക്ക് ഇരട്ടിപ്പണിയാവും. ഇതിനൊക്കെ മറുപടി പറഞ്ഞ് ഞങ്ങൾ വിഷമിക്കും. ഈ കാര്യത്തിൽ അങ്ങയുടെ മുൻഗാമിയെ മാതൃകയാക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ തമ്മിൽ രാഷ്ട്രീയമായിട്ട് ചേർന്ന് പോകത്തില്ല, അതറിയാം. എന്നാൽ പോലും എതിരാളികളാണെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാതൃകയാക്കാം, അതൊക്കെ പിന്തുടരാം. അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രതിപക്ഷത്തെക്കുറിച്ച് നല്ല കരുതലായിരുന്നു. അവർക്ക് അധിക ജോലിഭാരം നൽകരുത് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള ബ്രീഫിംഗ് തന്നെ അങ്ങ് വേണ്ടാന്ന് വെച്ചു. പക്ഷെ അതൊന്നും ചെയ്യണ്ട. കാരണം ആഴ്ചയിൽ ഒരിക്കൽ കേരളത്തിലെ ജനങ്ങളോട് സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അത് വേണ്ടാന്ന് വെക്കണ്ട. പക്ഷേ ഈ രാഷ്ട്രീയം പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ നിരായുധരാക്കരുത്, അത് മാത്രമേ ഒരപേക്ഷയുള്ളൂ. പണ്ടൊക്കെ UDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ്, UDF കൺവീനർ, ചിലപ്പോൾ ഘടകകക്ഷികളുടെ ചില നേതാക്കൾ, ഇവരൊക്കെയാണ് കാര്യമായിട്ട് ഭരണപക്ഷത്തിന് മറുപടി നൽകുക. പക്ഷെ അവിടെ വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടാം, അവരൊക്കെ കയറി രാഷ്ട്രീയം പറയും. പക്ഷെ ഗവൺമെൻറ്റുമായിട്ടുള്ള ഈ നേർക്കുനേർ സംഭാഷണത്തിൽ ഇവരൊക്കെയാണ് ഉണ്ടാവുക. മറിച്ച് LDF പ്രതിപക്ഷത്താവുമ്പോൾ പ്രതിപക്ഷ നേതാവ്, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി, അതുപോലെ തന്നെ വല്ലപ്പോഴും മുന്നണി കാര്യങ്ങളൊക്കെ പറയാൻ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ, അതാണ് ഒരു പതിവ് രീതി. പക്ഷേ ഇപ്പം ചില വ്യത്യാസങ്ങളൊക്കെ വന്നിരിക്കുക. എന്തായാലും മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞേ പറ്റൂ. അതൊരാചാരമാണ്. ഇനി അതിന് മറുപടി പറയാതിരുന്നാലോ? എവിടെ പ്രതിപക്ഷ നേതാവ്? എന്താ പ്രതിപക്ഷം? എവിടെ പോയി എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാവും. അങ്ങനെ പറഞ്ഞില്ലേ മഹാ കുറച്ചിലാണെന്നേ. നിയമസഭയിൽ ഒരിക്കൽ നമ്മുടെ ബാലഗോപാൽ, സ്പീക്കറോ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയോ പോലും പ്രതിപക്ഷ ഉപനേതാവായിട്ട് ഇതുവരെ അംഗീകരിച്ചിട്ടില്ലാത്ത ബാലഗോപാൽ പോലും നമ്മളെ വിരട്ടിക്കളഞ്ഞു. പ്രതിപക്ഷ നേതാവിനെ എന്തുവാ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്, എന്തെങ്കിലും ഒന്ന് പറ എന്ന് അദ്ദേഹം സഭയിൽ എഴുന്നേറ്റെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ മിണ്ടാതിരുന്നിട്ട് അപ്പോൾ മറുപടി പറയേണ്ടി വന്നു. അതൊക്കെ മഹാ കുറച്ചിലല്ലയോ? ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കില്ലയോ? ഇപ്പോഴീ സഭാ TV എന്നും പറഞ്ഞ് ഇതെല്ലാം ജനങ്ങൾ ലൈവായിട്ട് കാണുകയില്ലയോ? അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇതിനൊക്കെ മറുപടി പറഞ്ഞേ പറ്റൂ. പണ്ടൊക്കെ ഈ നിയമസഭയിലെ 99 അംഗങ്ങളുടെ പിന്തുണയിലും ബലത്തിലും സഭയിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ മാത്യു കുഴൽനാടനെയൊക്കെ വിരട്ടാൻ നോക്കിയിട്ടുള്ളതാണ്. അതുപോലൊന്നും ഇപ്പോൾ പറ്റത്തില്ലെന്നേ. ഭരണപക്ഷം ഭയങ്കര ശക്തമല്ലയോ? 102 MLA-മാരല്ലയോ അവരോട് നിൽക്കുന്നത്. അപ്പോൾ ഈ സതീശൻ പറയുന്നതിനൊക്കെ മറുപടി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അമിത് ഷാ പാർലമെൻറ്റിൽ നിന്ന് ഒളിച്ചോടിയതുപോലെ ആയിപ്പോവും. നമുക്കത് പറ്റത്തില്ലല്ലോ. നമുക്ക് ചങ്ക് രണ്ടാ, കാരണഭൂതരാ. ഊരിപ്പിടിച്ച വടിവാളുകളുടെയും കഠാരകളുടെയും നടുവിലൂടെ നടന്നു പോന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് സതീശൻ എന്തെങ്കിലും രാഷ്ട്രീയം മന്ത്രിസഭാ യോഗത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് അതിന് മറുപടി പറയാൻ തയ്യാറാണ്. അപ്പോൾ പിന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചില്ലല്ലയോ? അദ്ദേഹം ഇരിക്കുന്ന പദവിക്ക് അത് മോശമല്ലയോ? അത് മാത്രമല്ല, അല്പം അമാന്തം കാണിച്ച അപ്പോൾ നമ്മുടെ കൊച്ചിക്കാരൻ P രാജീവ് ചാടി വീഴും. ഒരു ഗ്യാപ്പ് കിട്ടിയാൽ മതി. ഇപ്പോൾ CPMൻ്റെയും LDFൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും വക്താവാണെന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഇരിപ്പും നടപ്പും സംസാരമൊക്കെ. ഗോവിന്ദൻ മാഷക്ക് പാർട്ടിയിൽ നിന്ന് യാത്രയപ്പ് കൊടുക്കാൻ കാത്തിരിക്കുന്ന സഖാക്കളുണ്ട്. ഒരു വിഭാഗം അങ്ങനെ വളർന്നു വരുന്നുണ്ട്. അവർ പാർട്ടിയുടെ നിഴൽ സെക്രട്ടറി ആയിട്ട് അല്ലെങ്കിൽ ഭാവിയിലെ സെക്രട്ടറി ആയിട്ട് കാണുന്നത് P രാജീവിനെയാണ്. അപ്പോൾ അവസരത്തിനൊത്ത് ഉയരണമല്ലോ. രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ്. ഒരവസരം കിട്ടിയാൽ അത് പ്രയോജനപ്പെടുത്തണം, അതനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കണം. അത് രാജീവ് സഖാവിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് സതീശൻ എന്തെങ്കിലും രാഷ്ട്രീയം പറഞ്ഞാൽ അതിനുള്ള മറുപടിയുമായിട്ട്
രാജീവ് സഖാവ് റെഡിയാ. ദോഷം പറയരുതല്ലോ. ഇപ്പോഴീ പ്രതിപക്ഷത്തിൻ്റെ നിരയിൽ നിന്ന് നാട്ടുകാർക്ക് ബോധ്യം വരുന്ന രീതിയിൽ എന്തെങ്കിലും പറയുന്നത് രാജീവൻ സഖാവ് തന്നെയാണ്. പുള്ളി കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അല്പമെങ്കിലും ശ്രദ്ധിക്കേണ്ടത് ഈ രാജീവിൻ്റെ കാര്യത്തിലാണ്. ആ കാര്യത്തിൽ സംശയം വേണ്ട. ഇന്നലെ ഒരു സമരപരിപാടി ഉദ്ഘാടനം ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ ബ്രീഫിങ്ങിന് ശേഷം പ്രതിപക്ഷ നേതാവ് അല്പം റെസ്റ്റ് എടുത്തു. അതിനു പകരം രംഗത്ത് വന്നത് ആരാ? എം.വി. ഗോവിന്ദൻ മാഷ് തന്നെയാണ്. അദ്ദേഹം ഇന്നലെയും ഈ വന്ദേമാതരത്തിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങുകയായിരുന്നു. ഈ വന്ദേമാതരം മുഴുവൻ പാടണമെന്നും പറഞ്ഞ് ചീഫ് സെക്രട്ടറി ഒരു ഇണ്ടാസ് ഇറക്കിയായിരുന്നല്ലോ. കീഴുദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ ഒരു കത്തയച്ചായിരുന്നല്ലോ. അതിൻ്റെ പേരില്ല. അപ്പോൾ എം.വി. ഗോവിന്ദൻ മാഷ് ഇപ്പോഴും പറയുന്നത് എന്താ? RSSന് കീഴടങ്ങിയ നാര് വി.ഡി. സതീശൻ. എൻ്റെ പൊന്നു ഗോവിന്ദൻ മാഷ് ഒന്ന് ക്ഷമിക്കുന്നേ, ശകല ക്ഷമി. നാളെ 15-ാം തീയതി സ്വാതന്ത്ര്യദിനം, അന്നാണ് ഈ വന്ദേമാതരം പാടേണ്ടത്. അപ്പോൾ നമ്മൾ മുഴുവൻ പാടുമോ അതോ പകുതിയെ പാടുന്നുള്ളൂ? എങ്ങനെയാണെന്നൊക്കെ അന്നേരം അറിയാമല്ലോ. അതുവരെ ഒന്ന് ക്ഷമി. ഇനി മുഴുവൻ പാടുകയാണെങ്കിൽ, അതായത് BJP സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഇത് മുഴുവൻ പാടുകയാണെങ്കിൽ അന്നേരം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഈ പൂക്കിയെ തൂക്കാമെന്നേ. അതുവരെ ഒന്ന് ക്ഷമിക്കേ. പക്ഷേ ഈ MDMA കേസിൽ അറസ്റ്റിലായ ഈ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ, അങ്ങനെയാണല്ലോ ഇതൊരു LDF നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ്റെ 2-3 ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇത് സംബന്ധിച്ചുണ്ടായി. അതിൽ 2-3 ഇടത്ത് പറയുന്നുണ്ട് ഈ അറസ്റ്റിലായ ആൾ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിൻ്റെ കോർഡിനേറ്ററാണെന്ന്. പക്ഷേ ഇന്നലെ അതിൽ നിന്നൊരല്പം മാറ്റം നമ്മുടെ ഗോവിന്ദൻ മാഷ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോൾ പറയുന്നത് ഈ അറസ്റ്റിലായ വിദ്വാൻ്റെ സതീശനുമായിട്ടുള്ള മുൻകാല ബന്ധങ്ങൾ അന്വേഷിക്കണമെന്നാണ്. പണ്ടേ ഇവർ ദോസ്തുക്കളാണെന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. മറ്റതങ്ങ് വിട്ടു. ഏത്? ഈ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ് എന്നുള്ളത്. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ് ഈ വിദ്വാനെന്നായിരുന്നു. അതിൽ നിന്നൊരല്പം മാറ്റം വന്നിട്ടുണ്ട്. സതീശനാണെങ്കിൽ ഇയാളെ നേരത്തെ അറിയത്തില്ല എന്നൊന്നും പറയുന്നുമില്ല. കണ്ടിട്ടുണ്ട്, അയാളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഇയാൾ ഈ നവകേരള യാത്രയിൽ പോലീസിൻ്റെ തല്ലുകൊണ്ടപ്പോൾ ഇയാളൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. അപ്പോൾ അന്ന് പോലീസിൻ്റെ അടി കിട്ടിയപ്പോൾ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ അങ്ങനെ മർദ്ദനത്തിന് ഇരയായവരെയൊക്കെ പോയി കണ്ടിട്ടുണ്ട്. വെങ്ങോല വഴി പോയപ്പോൾ അയാളുടെ വീട്ടിൽ കയറി, കണ്ടിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ LDF എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? CPM നേതാക്കളെന്താ, അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണെന്നാണ്. ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ ബ്രീഫിങ്ങിൽ വി.ഡി. സതീശൻ കൃത്യമായിട്ട് അതൊക്കെ പറഞ്ഞു. എനിക്കങ്ങനെ ഒരു ടീമുമില്ല, അങ്ങനെ ഒരു കോർഡിനേറ്ററുമില്ല. അതോടെ ഒന്ന് പൊടിക്ക് പിന്മാറിയിട്ടുണ്ട് നമ്മുടെ ഇടതുപക്ഷ നേതാക്കളും ഇടതുപക്ഷ ഹാൻഡിലുകളും. പി. രാജീവൻ സഖാവ് ഇന്നലെ PMAY പദ്ധതിയിലാണ് കയറിപ്പിടിച്ചത്. അത് ഈ നമ്മുടെ നിർധനരായ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു സ്കീമാണ്. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കിട്ടുന്ന കാര്യമാണ്. അക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് സഹകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. അങ്ങനെ വെക്കുന്ന വീടുകളുടെ മുമ്പിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ലോഗോ പതിപ്പിക്കണം. പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കണം എന്നൊക്കെ അവർ പറയും. പക്ഷെ നമ്മളത് വെക്കാൻ പോകുന്നില്ല. പക്ഷേ ലോഗോ പതിപ്പിക്കണം. അതിന് തയ്യാറുമാണ് സംസ്ഥാന സർക്കാരെന്ന് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്രവുമായിട്ട് ഈ കാര്യത്തിൽ ഒരു സഹകരണത്തിനുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെയുണ്ടല്ലോ നമ്മുടെ പി. രാജീവ് സഖാവ് അതിശക്തമായിട്ട് വിമർശിച്ചിരിക്കുക. ഇതോടെ വി.ഡി. സതീശൻ RSSന് പൂർണ്ണമായിട്ട് കീഴടങ്ങി, RSSകാരനായിട്ട് മാറിക്കഴിഞ്ഞു എന്നാണ് രാജീവൻ സഖാവ് പറയുന്നത്. പക്ഷേ ഈ രാജീവൻ സഖാവ് വ്യവസായ മന്ത്രിയായിരുന്ന മന്ത്രിസഭ, ആ സർക്കാർ ഭരിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിറെന്ന് കേന്ദ്ര ഗവൺമെൻറ് പുനർനാമകരണം ചെയ്തു. അതിന് ചില സാമ്പത്തിക സഹായം കേന്ദ്ര ഫണ്ട് ലഭിക്കുകയും ചെയ്തു. ആയുഷ്മാൻ ആരോഗ്യ മന്ദിറെന്ന് എഴുതി വയ്ക്കുകയും വേണം, അതിൻ്റെ ലോഗോ കൊടുക്കുകയും വേണം. അത് ഈ പിണറായി സർക്കാർ അംഗീകരിച്ചതാണ്. നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ എല്ലാത്തിൻ്റെയും മുമ്പിൽ ഇതിങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, ആ ലോഗോയും കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് പറയുന്നത് പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയിൽ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കുമ്പോൾ അവരുടെ ലോഗോ കൊടുക്കണമെന്ന് പറയുന്നത് RSSന് കീഴടങ്ങലാണെന്ന്. എന്താ ചെയ്യുക? ഈ സർക്കാർ ഏറ്റവും അവസാനം ചെയ്തൊരു കാര്യം നമ്മളാരും മറന്നിട്ടില്ലല്ലോ. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിരുന്നല്ലോ
PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ ഇടതുപക്ഷ മുന്നണി അറിയാതെ, ക്യാബിനറ്റിൽ ആലോചിക്കാതെ, CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ മിണ്ടാതെ പിണറായി വിജയനും ശിവൻകുട്ടിയും മുൻകൈയെടുത്ത് വിദ്യാഭ്യാസ സെക്രട്ടറിയെ ഡൽഹിയിൽ വിട്ട് കരാറിൽ ഒപ്പുവെപ്പിച്ചില്ലേ PM ശ്രീ പദ്ധതി? അത് ലോഗോ വെക്കുന്ന കേസല്ല. ആ ഫണ്ട് കിട്ടുന്നതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയങ്ങൾ, സിലബസ് അടക്കമുള്ളത് കേരളത്തിലേക്ക് കള്ളക്കടത്ത് നടത്താനുള്ളൊരു പരിപാടിയായിരുന്നു. ആ കരാറിൽ ആരോടും മിണ്ടാതെ ഒപ്പുവച്ച ടീംസാണ് പറയുന്നത് PMAY പദ്ധതിയിൽ ഫണ്ട് വാങ്ങുന്നു, എന്നിട്ട് ലോഗോ വെക്കുന്നു, അത് RSSന് കീഴടങ്ങലാണെന്ന്. ഈ MDMA കേസിൽ അറസ്റ്റിലായ ചെറുപ്പക്കാരൻ, അയാൾ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിൻ്റെ കോർഡിനേറ്ററാണെന്ന് പറഞ്ഞിട്ട് ചില വാർത്തകളൊക്കെ വന്നിരുന്നു. ചില മാധ്യമങ്ങൾ, ചില ചാനലുകൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില കാർഡുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ അവർ പ്രസിദ്ധീകരിച്ചിരുന്നു. വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയയുടെ ഉടമസ്ഥരായ മെറ്റ ഇതങ്ങ് എടുത്തു മാറ്റി. അത് VD സതീശൻ പറഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്. VD സതീശൻ പറയുന്നത്, ഞാൻ പറഞ്ഞാലും മെറ്റ ഇതൊക്കെ എടുത്തു മാറ്റത്തക്ക വിധത്തിൽ ഞാൻ അങ്ങനെ ഒരു വലിയ സംഭവമാണോ എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടെങ്കിൽ ഈ മാറ്റിയ വാർത്തകൾ തിരിച്ചു വെക്കുന്നതിന് അവരോട് സഹകരിക്കാമെന്ന് പറഞ്ഞിരിക്കുക. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുക. പക്ഷേ ഇടതുപക്ഷ നേതാക്കൾ, പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ, MV ഗോവിന്ദൻ മാഷ്, അതുപോലെ തന്നെ P രാജീവൻ സഖാവ്, ഇവരൊക്കെ പറയുന്നത് സതീശൻ ഇടപെട്ടിട്ടാണ് അദ്ദേഹത്തിനെതിരായിട്ട് വന്ന ഈ വാർത്തകൾ മെറ്റ അവരുടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മാറ്റിയതെന്നാണ്. സതീശൻ അത് നിഷേധിക്കുന്നു. സതീശൻ പറഞ്ഞിട്ടാണോ ഇത് മാറ്റിയെന്നുള്ള കാര്യം നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ സതീശൻ അങ്ങനെ പറയുമ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ, രാജ്യത്തെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അത് വിശ്വസിക്കാനാണ് തോന്നുന്നത്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ പറയുന്ന ആളുകൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മനോരമ ന്യൂസ് എന്ന് പറയുന്ന ചാനലിന് VD സതീശൻ കൊടുത്ത ഒരു ഇൻ്റർവ്യൂ അപ്പാടെ മാറ്റിച്ച ആളുകളാണ്. ഈ ഇടതുപക്ഷ നേതാക്കളെ പറഞ്ഞിട്ടാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ എന്താണെങ്കിലും VD സതീശൻ പറഞ്ഞിട്ടല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മാറ്റിച്ച ആളുകളാണ്, മെറ്റയെ കൊണ്ട് മാറ്റിച്ച ആളുകളാണ് ഇപ്പോഴ് ഈ വ്യാജ വാർത്ത മാറ്റിച്ചു എന്ന് പറയുന്നത്. ഒന്നാലോചിച്ചേക്ക്, മാധ്യമ സ്വാതന്ത്ര്യം ധ്വംസിക്കുന്നു എന്നാണ് പറയുന്നത്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ MDMA കേസിൽ അറസ്റ്റിലായി എന്ന 100% വ്യാജമായ വാർത്ത, അത് പ്രസിദ്ധീകരിക്കാനുള്ള സ്വാതന്ത്ര്യമാണോ മാധ്യമ സ്വാതന്ത്ര്യം? അതാരെങ്കിലും അംഗീകരിക്കുന്ന ഒരു കാര്യമാണോ? ഇപ്പോൾ പറയുന്നത് എന്താ? അടിയന്തരാവസ്ഥ വരാൻ പോകുന്നു. VD സതീശനെ കുറിച്ചുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന ചില വാർത്തകൾ മെറ്റ മാറ്റിയതിൻ്റെ പേരിൽ ഇപ്പോൾ പിണറായി വിജയൻ അടക്കമുള്ളവർ പറയുന്നത് അടിയന്തരാവസ്ഥ വരാൻ പോകുന്നതാണ്. ഒന്നാലോചിച്ച് നോക്കി, അടിയന്തരാവസ്ഥ എന്തായിരുന്നു? ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്തരം കാര്യങ്ങളിൽ പൊടിക്ക് ക്ഷമി എന്നാണ് ഇവരോടൊക്കെ പറയാനുള്ളത്. പണ്ടൊരു ആട്ടിടയൻ, ചെറുപ്പക്കാരനാണ്, ബുദ്ധിയും വിവരവും ഒന്നും വെച്ചിട്ടില്ലാത്ത ഒരാളാണ്. അയാൾ ആടുകളെ മേയ്ക്കാൻ പോകുമ്പോൾ പുലി വരുന്നേ എന്ന് വിളിച്ചു പോകുമായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ ഓടിച്ചെല്ലും. അപ്പോൾ അവിടെ പുലിയുമില്ല, എലിയുമില്ല. പക്ഷേ അവസാനം ഒരു ദിവസം ഉണ്ടല്ലോ, അപ്പോൾ ഈ നാട്ടുകാരൊക്കെ ലിഫ്റ്റായിട്ട് തിരിച്ചു വരും. ഒരു ദിവസം സാക്ഷാൽ പുലി വന്നു, ആടുകളെ പിടിച്ചു. അപ്പോൾ അയാൾ പുലി വരുന്നേ എന്ന് കിടന്ന് നിലവിളിച്ചു. അപ്പോൾ ആ നാട്ടുകാരെന്താ വിചാരിച്ചത്? അയാളെ നമ്മളെ പറ്റിക്കാൻ പറയാതിരിക്കുന്നു. അതുകൊണ്ട് ആരും അങ്ങോട്ട് പോയില്ല. പിന്നെന്താ സംഭവിച്ചതെന്നുള്ളത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് CPMകാരോടൊരു അപേക്ഷയൊന്നും കേൾക്കുന്നവരല്ല അവരിപ്പോൾ എല്ലാ നിലയും വിട്ട് എങ്ങനെയെങ്കിലും സതീശനെ താഴെ ഇറക്കണം, അല്ലെങ്കിൽ സതീശനൊരു നുണയനാണെന്ന് വരുത്തണം, ഇവിടെ ഒരു അടിയന്തരാവസ്ഥ നടപ്പാകാൻ പോകുന്നുവെന്ന് വരുത്തി തീർക്കണം. അതിനുള്ള ശ്രമങ്ങളിലാണ്. എന്നാലും അല്പം കൂടെ ഒന്ന് ക്ഷമിക്കുക. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് P ജയരാജൻ കണ്ണൂരിലെ CPM ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് DYFI നേതാവായിരുന്ന M ഷാജറിൻ്റെ നേതൃത്വത്തിൽ ഹലാൽ ഫായിദ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് ബാങ്ക് സഹകരണാടിസ്ഥാനത്തിൽ തുടങ്ങി. അത് പൊട്ടിപ്പൊളിഞ്ഞു. ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ രൂപ അതിൽ നിക്ഷേപിച്ചവർക്ക് കൊടുക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ ഇത് സംബന്ധിച്ച പരാതി കൊടുത്തപ്പം അയാൾ നിക്ഷേപിച്ച തുക ആരും അറിയാതെ തിരിച്ചു കൊടുത്തു. ബാക്കിയുള്ളവർക്ക് കിട്ടാൻ കിടക്കുക.
കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ ആരോ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ സൊസൈറ്റിയെ പറ്റി അല്ലെങ്കിൽ ഈ ബാങ്കിനെ പറ്റി അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. അറിയാതിരിക്കാൻ വഴിയൊന്നുമില്ല. പിണറായി വിജയൻ അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ എം പി ഗോവിന്ദൻ മാഷ് അറിയുമല്ലോ. ഇനി ഏതെങ്കിലും മാപ്രകൾ അടുത്ത പത്രസമ്മേളനത്തിൽ ഈ ബാങ്കിനെ പറ്റി ചോദിച്ചാൽ മറുപടി പറയാൻ റെഡിയായിട്ട് ഇരിക്കണം. ഇപ്പോഴത്തെ ഈ പിള്ളേർ സെറ്റിനെ മാപ്രകൾക്ക് പിണറായി വിജയനോടോ ഗോവിന്ദൻ മാഷോടോ ചോദ്യങ്ങൾ ചോദിക്കാൻ മടിയൊന്നുമില്ല. അവർ ചോദിക്കും, അപ്പോൾ പറയണം, മറുപടി പറയണം. ഹലാൽ ഫായിദ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തെക്കുറിച്ച്.